ഒരു കയ്യടി കിട്ടാനുള്ളൊരു സിറ്റുവേഷനോ ഒരു ചിരി കിട്ടാനുള്ളൊരു സിറ്റുവേഷനോ ഒരിക്കലും കളയരുത്. ഇനിയിപ്പം നല്ല സിനിമ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പടം ഓടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പം തുറപ്പൂരാൻ പോലൊരു സിനിമ കണ്ടിട്ട് വളരെ കോമാളിപ്പടം ഒരുപാട് നിരൂപം. സിനിമാ ലോകത്തിന് ഈ വർഷം 400 കോടി നഷ്ടം, ഒരാൾക്കേ ഉള്ളൂ നഷ്ടം. പൈസ മുടക്കി പ്രൊഡ്യൂസർക്കല്ലേ നഷ്ടം. 2003 ഞാൻ മൂസ ചെയ്ത് കഴിഞ്ഞിട്ട് നിസ്സാര ശമ്പളമേ ഉള്ളൂ. ഇന്നിപ്പോൾ ഒരു സിനിമ ഹിറ്റാണെങ്കിൽ അടുത്ത ഒരു കോടി രൂപയാണ് ചോദിക്കുന്നത്. എനിക്കൊക്കെ ഞാൻ പറഞ്ഞില്ല, മൊത്തം പടം ചെയ്തിട്ട് 1 കോടി രൂപ കിട്ടിയിട്ടില്ല. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ആവശ്യമുള്ള സമയത്താണ് ഇങ്ങനെ ട്രാൻസാക്ഷൻ. ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ അന്ന് സഫർ ചെയ്തതിനായിരിക്കും ഇവിടെ തമ്പുരാൻ എനിക്ക് ഇന്നൊരു എൻ്റെ കടങ്ങൾ ഒരു 90% വീട്ടി. ജോണിച്ചേട്ടൻ സംവിധാനം ഇനി ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പേരോട് സംവിധാനം ചെയ്യുന്നുണ്ടോ ചോദിക്കാറുണ്ട്. മൂസ 2 ചെയ്യാനുള്ള ഒരു നിർബന്ധം നടക്കുന്നുണ്ട്. പരമപ്രധാനമായിട്ട് എന്താ, നമുക്ക് ജീവിക്കണം. ഞാനൊരിക്കലും ദിലീപിനെ വെച്ച് പടം ഡയറക്റ്റ് ചെയ്ത സമയത്ത് ഒന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. പിന്നെ ദിലീപ് ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം കൂടുതലുണ്ടാവാം. പടങ്ങൾ വിജയമോ പരാജയമോ അങ്ങനെ ഒരു മാറ്റിമറിച്ചിൽ ശ്രമിച്ച ഫഹദ് ഫാസില. ദിലീപ് പക്ഷെ അന്ന് ഓടിക്കാനായിരുന്നു ദിലീപ് ശ്രദ്ധിച്ചോണ്ടിരുന്നത്. അന്നത്തെ കാലത്ത് മൂസ 3 രൂപയായിരുന്നു, 3 കോടി രൂപയായിരുന്നു. ഇന്നാണ് 300 കോടി ഉണ്ടായി. ഞാൻ ഉറപ്പ് പറയാം, ഒരു 100 കോടി രൂപയ്ക്ക് ഇരുന്നാകും. അത്രയും ഫുട്ടേജ്, അത്രയും വർക്കുകൾ ഷൂട്ട് ചെയ്യാൻ നമ്മൾ എടുത്തത് 95 ദിവസം. ജോഷ് സാറും എന്നും ചോദിക്കുമായിരുന്നു എങ്ങനെയുണ്ട് പയ്യൻ. കാരണം ദിലീപിന്റെ പൈസ അവർക്ക് ചേട്ടന്മാരെ പോലാണല്ലോ. ദൈവം കൂടെ നിന്ന പടം. നമ്മളൊന്നും അല്ല അതിന്റെ പിന്നെ ഒരു വലിയ ശക്തി പ്രവർത്തിച്ചിട്ടുണ്ട്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. വി ഹാവ് വൺ ആൻഡ് ഓൺലി ജോണി ആന്റണി ചേട്ടൻ ആൻഡ് അലക്സ് ചേട്ടൻ. സോ രണ്ടുപേർക്കും വെൽക്കം. നിങ്ങൾ തമ്മിൽ ഫസ്റ്റ് പരിചയപ്പെടുന്നതിന് എന്തെങ്കിലും കഥകളുണ്ടോ? കാരണം ഹിറ്റ് മേക്കർ ആയിട്ടുള്ള ഒരു ഡയറക്ടർ, മലയാളത്തിൽ ഹിറ്റുകൾ ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസർ, അപ്പൊ അങ്ങനെ തന്നെയല്ലേ പരിചയപ്പെടുന്ന ആദ്യം? ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വിജയവാഡയിലെ ഗ്യാസിലെ ഹോട്ടലിൽ വെച്ചാണ്. ആന്ധ്രാപ്രദേശ്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് മലപ്പുറം ഹാജി മഹാരാജ് ജോജി എന്ന് പറഞ്ഞ സിനിമ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്ഥാപനമുണ്ട്, ഹോട്ടൽ പോലെ ഒരു ഹോം സ്റ്റേ. അവിടെ താമസിക്കുമ്പോൾ അച്ചായനും കെ കെ ദാസിൻ്റെ സിനിമ ചെയ്യാൻ വേണ്ടി അച്ചായൻ്റെ ഒരു പാർട്ണറുണ്ട് ബ്രൈറ്റ്, ഡോക്ടർ ബ്രൈറ്റും അവിടെ വരുന്നു. അപ്പോൾ അവിടെ വെച്ചാണ് ഇങ്ങനെ ഹരിദാസാണ് എന്നെ പരിചയപ്പെടുന്നത്. അലക്സ് അച്ചായൻ എൻ്റെ അടുത്ത പടത്തിൻ്റെ പ്രൊഡ്യൂസറാണ്, പൂയപ്പള്ളി ഫിലിംസ്. അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. പിന്നെ ലാൽ ജോസ് ആയിരുന്നു ഇതിൻ്റെ അസോസിയേറ്റ്, ഇതിൻ്റെ ഡോക്ടറാണ്. അങ്ങനെ ലാലും ഞാനുമായിട്ട് ഭയങ്കര ആത്മബന്ധം അന്ന് മുതലേ ഉള്ള. അപ്പോൾ ലാലും എപ്പോഴും അച്ചായൻ്റെ കാര്യം പറയും. പിന്നെ അച്ചാൻ ഈ പറഞ്ഞ ഭയങ്കരമായിട്ട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണ്, സിനിമ നന്നായി കാണുന്ന ആളാണ്. സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം അച്ചാൻ്റെ പടങ്ങളുടെ എഴുത്തുകാരെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ആദ്യത്തെ സിനിമ രഘുനാഥ് പലേരി, അഭിനയിച്ചത് ശ്രീനിവാസൻ, ജയറാം, നദിയ മൊയ്തു, അത് ഡോക്ടറാണെന്ന് പറഞ്ഞ സിനിമ. അതിനുശേഷം എടുത്തത് 61 ഗനമാണ്. അതാരാ? ശ്രീനിവാസൻ, ലാൽ ജോസിൻ്റെ ഫസ്റ്റ് മൂവി മമ്മൂക്ക. അത് അങ്ങനെ പിന്നീട് എടുത്ത സിനിമയാണ് ഇപ്പോൾ ലാസ്റ്റ് എടുത്ത രക്ഷാധികാരി ബൈജു എന്ന് പറഞ്ഞ സിനിമ. ഏറ്റവും നല്ല സാമൂഹിക സോഷ്യൽ അതിനുള്ള അവാർഡ് കിട്ടിയ സിനിമയാണ്. നമ്മളേക്ക് ഒരുപാട് വിഷമിപ്പിച്ച ചിരിപ്പിച്ച സിനിമ. അപ്പൊ നല്ല സിനിമകളിലൂടെ നിൽക്കുന്ന ഒരാളാണ്. ശരിക്കും പ്രിൻസ് ഇറങ്ങി നിൽക്കുക. അപ്പോൾ പ്രിൻസിൽ നല്ലൊരു വേഷമുണ്ട്, ഉറ്റ സുഹൃത്തിൻ്റെ കൂടെ ഉറ്റ സുഹൃത്തായിട്ടുള്ള വേഷം. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ശരിക്കും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. നമ്മളിപ്പം ദിലീപിൻ്റെ കൂടെ ഞാൻ പണ്ട് പോലെ നമ്മൾ ഇപ്പം ഓരോ ആർട്ടിസ്റ്റുകളോട് കൂട്ടുകാരനായിട്ട് അഭിനയിക്കുന്നു. ആൾക്കാർ ഒരുപാട് പേരുണ്ടല്ലോ. ഇപ്പം ദിലീപിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഒരുപാട് ആർട്ടിസ്റ്റുകൾ കൂട്ടുകാരനായിട്ടും ചേട്ടനായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്ലേസ്മെന്റിലേക്ക് ഞാനൊരിക്കലും ദിലീപിനെ വെച്ച് പടം ഡയറക്റ്റ് ചെയ്ത സമയത്ത് ഒന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. അന്ന് അഭിനയിക്കാനുള്ളതൊന്നും അല്ല. അന്നൊക്കെ അവശ്യ സർവീസ് എന്നുള്ളതിൽ ആരെ ഇല്ലാതെ വരുമ്പോൾ പെട്ടെന്ന് ഡയറക്ടേഴ്സ് ഈ അസോസിയേറ്റ് ഒക്കെ ആയിരുന്ന സമയത്ത് ജോണി ഒന്നും ചെയ്യാതെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കയറി അങ്ങനെ ചെയ്യിക്കുന്നതായിട്ടുള്ള പരിചയം. അല്ലാതെ വേറെ നമ്മൾ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ടേ, ഞാൻ പറയില്ല ഒരു ദൈവാനുഗ്രഹം ഞാൻ എൻജോയ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നലെ ഒരാൾ എന്നോട് ഇൻ്റർവ്യൂ ചോദിച്ചു, ദിലീപിൻ്റെ ആ ഇമോഷനൊക്കെ പറയുന്നത് നല്ല ഫീൽ ഉണ്ടായിരുന്നു, അത് ജോണിച്ചേട്ടൻ ദിലീപിനോട് പറയുന്നതുകൊണ്ടാണോ ആ ഫീൽ കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയില്ല, എല്ലാവരോടും പറഞ്ഞാലും ആ ഫീൽ കിട്ടും. പിന്നെ ആ പടത്തിൻ്റെ സിറ്റുവേഷൻ അത് ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ ദിലീപ് ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം കൂടുതലുണ്ടാവാം. അതും ഒരു കാരണമാവാം, അത് എനിക്കറിയില്ല. പക്ഷേ പടം ഒത്തു വന്നു, പടത്തിന് നല്ല അഭിപ്രായമുണ്ട്, നന്നായി കളക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് വേണ്ടി പറയുമ്പോഴേ ഇപ്പോൾ ദിലീപ് എന്ന നടനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ചർച്ചകൾ ഒരു സ്ഥലത്ത് സംഭവിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദിലീപിൻ്റെ നടനെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിച്ച സംവിധായകന്മാരിൽ ഒരാൾ കൂടെയാണല്ലോ. ശരിക്കും ഞാൻ ആസ് എ ഡയറക്ടർ ചോദിക്കുക, ശരിക്കും മലയാള സിനിമ ശരിക്കും ദിലീപിനെ ഭയങ്കരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച്
അപ്പം അത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു എഴുത്തുകാരുടെ ഒരു ഇപ്പം ലോഹി സാർ മാത്രമാണ് ദിലീപിനെ കൈ കിട്ടി സല്ലാപം കിട്ടി. പിന്നീട് അങ്ങനെ അധികം പടങ്ങൾ ലോഹി സാറിൻ്റെ പിന്നെ ഇപ്പോൾ ചെയ്തത് അധികം അങ്ങനെ പടങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. സൂത്രധാരനൊക്കെ ചെയ്തെങ്കിലും അവിടെ സച്ചിയുടെ രാമലീല എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് ഒരു മലയാള സിനിമയുടെ പുഷ്കരാണ്. എനിക്ക് തോന്നുന്നു മമ്മൂക്കയും ലാലേട്ടനൊക്കെ വരുന്ന സമയത്ത് MD സാറ്, പത്മനാഭൻ സാറ്, ദാമോദരൻ മാഷ്, ലോഹി സാറിൻ്റെ പുഷ്കർ, അങ്ങനെ ഒരു എഴുത്തുകാരുടെ നീണ്ട നിരയുണ്ടായിരുന്നു. വൈവിധ്യമാർന്ന സംവിധായകരും ഉണ്ടായിരുന്നു. ഹരൻ സാർ, ജോഷ് സാർ, ഇപ്പോഴും ഉണ്ട് അവർ, ഐവിശ്വസ് സാറ്, അങ്ങനെ ഒരുപാട് പേരുടെ അതിപ്പം എനിക്ക് തോന്നുന്നു പിന്നീട് വന്ന നടന്മാർക്കെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പശ്ചാത്തലങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള നാടകീയ മുഹൂർത്തങ്ങളിലൊന്നും പങ്കുവഹിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഒരു പരിധിവരെ വിജയ ഫോർമുല പിടിച്ചു പോകാനായിരുന്നു ദിലീപിന് ഉള്ള മാർക്കറ്റ് ഡിമാൻഡ് അതായിരുന്നു. മാർക്കറ്റ് ഡിമാൻഡ് കോമഡി ചിത്രമായിരിക്കണം, ഓടുന്ന പടം എന്നുള്ള ലൈനിൽ തന്നെ ദിലീപ് പിടിച്ചു. പക്ഷേ ദിലീപ് എപ്പോഴും കഥാവിശേഷം ചെയ്തു, പല പ്രൊഡ്യൂസേഴ്സിന് കാശ് കിട്ടണമെന്നുള്ള രീതിയിൽ തന്നെയാണ് ദിലീപ് പിടിച്ചത്. ഒരുപക്ഷെ ഇപ്പം പിന്നെ എനിക്ക് തോന്നുന്നത് അത് പുതിയ തലമുറയിൽ കൂടുതലും പടങ്ങൾ വിജയമോ പരാജയമോ അങ്ങനെ ഒരു മാറ്റിമറിച്ചിൽ ശ്രദ്ധിച്ച ഭഗത് ഫാസില. ദിലീപ് പക്ഷെ അന്ന് ഓടിക്കാനായിരുന്നു ദിലീപ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ദിലീപ് ഒരിക്കലും ആ കാര്യത്തിൽ സെൽഫിഷ് ആയിട്ടില്ല. അത് സെൽഫിഷ് എന്നല്ല പറഞ്ഞാൽ അങ്ങനെ മാറി ചെയ്യണം, അല്ലെങ്കിൽ ഒരു 2 പടം നല്ല അങ്ങനത്തെ അത്ര സിനിമകളും ഒരു 3 പടം അങ്ങനെ പോലും ചിന്തിച്ചില്ല. ഓടണം അങ്ങനെ ഓടിക്കാൻ വേണ്ടി ഓടിയ ആളാണ്. അപ്പം ദിലീപിന് ഒരുപാട് ഉപയോഗിക്കേണ്ട ആർട്ടിസ്റ്റാണ്. അപ്പം അതിനോട് സാധ്യത ഇനി അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ നിന്നുകൊണ്ടുള്ള റോളുകളും ഒരുപാട് റോളുകളും ജോണറുകളൊക്കെ വരും. പിന്നെ എനിക്ക് തോന്നുന്നു അഭിനയത്തിൽ ഇത്രയും വെറൈറ്റി ചെയ്തിട്ടുള്ള ഒരു നടനും വേറെ. ഇപ്പം ജോൺ ചേട്ടന് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടെന്ന് അറിയില്ല. ഞങ്ങൾക്ക് എപ്പോഴും ജോൺ ചേട്ടൻ മലയാളത്തിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ഡയറക്ടേഴ്സിൽ ഒരാളുടെ. അപ്പം ഈ പുതിയ ഡയറക്ടേഴ്സ് ഇപ്പം അരുൺ താരതമ്യേന 3ാമത്തെ സിനിമയാരുണ്ട്. അപ്പോൾ അവരൊക്കെ വന്ന് കഥ പറയുമ്പോൾ അതിലൊരു ഭയങ്കര ഈ ഒരു കൊമേഴ്ഷ്യൽ ഡയറക്ടർ എന്ന ആംഗിൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? ആ ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ കൊമേഴ്ഷ്യൽ സാധ്യത ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു കയ്യടി കിട്ടാനുള്ളൊരു സിറ്റുവേഷനോ ഒരു ചിരി കിട്ടാനുള്ളൊരു സിറ്റുവേഷനോ ഒരിക്കലും കളയരുത്. ചിലർ അത് ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾക്ക് അങ്ങനെ വേണ്ട എന്ന് ശാഠ്യം പിടിക്കുന്നവരുണ്ട്. നമ്മൾ അവരോട് ഒരു പ്രാവശ്യം പറയും ഇങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ചിരി കിട്ടിയേക്കും, ചിലപ്പോൾ അപ്പോൾ അവർക്കത് വേണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമില്ല. കാരണം ഓരോരുത്തരുടെയും അവരവരുടെ കുഞ്ഞാണത്, അവരെ എങ്ങനെ വളർത്തണമെന്ന് അവരാ തീരുമാനിക്കേണ്ടത്. നമ്മൾ കുളിപ്പിക്കാൻ പോകുന്നവർ അത് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഏതാ ഇപ്പം നമ്മളതിനകത്ത് പങ്കെടുക്കുക പോരുക എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യുമ്പോൾ ഫുൾ മനസ്സും ഇതെങ്ങനെ തിയേറ്ററിൽ വർക്കൗട്ടാവും അത് തന്നെ ആയിരിക്കണം. തിയേറ്ററിൽ അടിക്കാൻ മാത്രമേ എനിക്ക് കൊമേഴ്ഷ്യൽ അല്ലാതൊരു സിനിമ ചെയ്യുന്ന എനിക്ക് താല്പര്യമില്ല. ആളുകൾ ഇഷ്ടപ്പെടുന്ന നല്ല സിനിമ ഓടുകയും വേണം. നല്ല സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം. ഇനിയിപ്പം നല്ല സിനിമ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പടം ഓടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട് കളക്ട് ചെയ്ത് പ്രൊഡ്യൂസർക്ക് കാശ് കിട്ടിയെന്ന് കേൾപ്പിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഈ ഒരിക്കലും മമ്മൂക്ക പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓടുന്ന നല്ല സിനിമ വേണം എന്നുള്ള. അപ്പം മമ്മൂക്കയുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഈ സംഭവമൊക്കെ തുറപ്പൂലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പറയാറുണ്ടായിരുന്നു ഓടുന്ന നല്ല സിനിമ എന്നുള്ള. ഓടുന്ന നല്ല സിനിമ എന്ന് വെച്ചാൽ പണ്ട് പോലെ നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ പറഞ്ഞില്ല, അത് വളരെ എന്നാ പറയുക, പിന്നെ നല്ല സിനിമയുടെ മാനദണ്ഡം എന്താണെന്നുള്ളതാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പം തുറപ്പൂരാൻ പോലൊരു സിനിമ കണ്ടിട്ട് വളരെ കോമാളിപ്പടം ഒരുപാട് ഇത് കേട്ടിട്ടുണ്ട്. ഒരുപാട് മമ്മൂക്കയെ കൊണ്ട് അങ്ങനെ ചേച്ചി ഇങ്ങനെ ചേച്ചി അങ്ങനെ. പക്ഷെ അത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് 100 ദിവസം ഓടിയത്, ആ ഷെയർ വന്നത്. അപ്പോൾ വിജയിച്ചില്ലായിരുന്നു, നമ്മൾ പരാജയമായി പോയി. 2 രീതിയിൽ നമുക്ക് ഗുണം ചെയ്യില്ല. ഒന്ന് നല്ല അഭിപ്രായം കഴിച്ചില്ല എന്ന് പറയും, പടം ഓടിയില്ല, അതുണ്ടാവില്ല. അതാണ് ദുരന്തം. അതുണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിച്ചാൽ മതി. ജോൺ ചേട്ടൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു സമയത്ത് ഇപ്പോൾ ഡയറക്ടർ എടുക്കുമ്പോൾ ജോൺ ചേട്ടൻ എപ്പോഴും ഒരിക്കലും പറഞ്ഞ ഓർമ്മയുണ്ട് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം പിന്നെ വന്ന് ഞാൻ ആക്ടറായിട്ട് കുറച്ചുകൂടെ സജീവമായി കഴിഞ്ഞപ്പോഴാണ്. ശരിക്കും ഇപ്പോൾ ജോൺ ചേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി. കാരണം ജോൺ ചേട്ടൻ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഡയറക്ടർക്ക് ഒരു ഫൈനാൻഷ്യലി കുറച്ചുകൂടെ സ്റ്റേബിൾ ആയത് ശരിക്കും അന്നും ഈ പറഞ്ഞ ഫൈനാൻസ് മാനേജ് ചെയ്യുന്നതിൽ അങ്ങനെ ഇതുണ്ടായിരുന്നു. വളരെ കുറവായിരുന്നു പിന്നെ ശമ്പളം എന്നൊക്കെ. നമ്മൾ ഒരു പടം എത്ര 2003 ഞാൻ മൂസ ചെയ്ത് കഴിഞ്ഞിട്ട് 2006 പിന്നീട് സോറി 2005 പിന്നീട് കൊച്ചി രാജാവ് വരുന്നത്. 2006 ഗുലാൻ വന്നു. പിന്നെ വരുന്ന 2007 പിന്നെ നമ്മൾ 3 കൊല്ലം ഗ്യാപ്പ് വരിക. ഒരു 3 കൊല്ലം നമുക്ക് അന്ന് നിസ്സാര ശമ്പളമേ ഉള്ളൂ. ഇന്നിപ്പോൾ ഒരു സിനിമ ഹിറ്റാണെങ്കിൽ അടുത്ത 1 കോടി രൂപയാണ് ചോദിക്കുന്നത്. ആദ്യത്തെ പടം ചെയ്യുന്നവർക്ക് വരെ മിനിമം ഒരു 25 lakhs എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊക്കെ ഞാൻ പറഞ്ഞില്ല, മൊത്തം പടം ചെയ്തിട്ട് 1 കോടി രൂപ കിട്ടിയിട്ടില്ല. 10 പടം ചെയ്തിട്ട് ഞാൻ പറഞ്ഞ 1 കോടി ഞാൻ പറഞ്ഞ അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആരംഭം ഇപ്പോൾ നമ്മളൊക്കെ അന്ന് തുടക്കത്തിൽ പടം ഓടണം, പൈസയെക്കുറിച്ചില്ല, റോൾ ചെയ്യും, കടം മേടിക്കാൻ ജന്മന ഒരു കഴിവുണ്ടായിരുന്നതുകൊണ്ട്
റോൾ ചെയ്യും. പിന്നീട് ഒരു പടം ചെയ്യുമ്പോൾ കുറച്ച് മുക്കാല് കടം വീട്ടും, പിന്നെ ഒന്നേന്ന് തുടങ്ങും. അങ്ങനെയൊക്കെ ഒരു പോക്കായിരുന്നു. പക്ഷേ കടങ്ങളെല്ലാം വീട്ടിൽ ഞാനൊന്നൊരു സമാധാനമായത്. ഇപ്പോൾ പിന്നെ എനിക്കൊരു സമാധാനം, ഒരു മനുഷ്യൻ്റെ ഏറ്റവും ആവശ്യമുള്ള സമയത്താണ് ഇങ്ങനെ ട്രാൻസിഷൻ. പിള്ളേർ പഠിക്കുന്നു, ആ സമയത്ത് ഇങ്ങനെ ട്രാൻസിഷൻ. അപ്പോൾ ഒരുപക്ഷെ ഞാൻ അന്ന് സഫർ ചെയ്തതിനായിരിക്കും ഉടനെ തമ്പുരാൻ എനിക്ക് ഇന്നൊരു ഇത് തന്നെ. അല്ല, അപ്പൊ വീട്ടിൽ അങ്ങനെ ഇതൊന്നും ഉണ്ടായില്ല? ഇപ്പൊ ജോണി ആന്റണിയുടെ ഫാമിലി എന്ന് പറയുമ്പോ അതെല്ലാം ഉണ്ട്, ഇതെല്ലാം ഞാൻ മാനേജ് ചെയ്യുമായിരുന്നു. എല്ലാം ഞാൻ മാനേജ് ചെയ്യുമായിരുന്നു. പിള്ളേർ നല്ല സ്കൂളിൽ വിട്ട് തന്നെ വിടും. ഞാൻ സ്കൂളിലേക്ക് വിടുന്ന സമയത്ത് ഞാൻ ആയിരത്തിട്ടുണ്ട്, കർത്താവേ +2 വരെ നിങ്ങളെ ഇവിടുന്ന് പഠിപ്പിച്ചിറക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടാകണം, സാധിച്ചിട്ടുണ്ട്. പിന്നീട് ഇപ്പം നടന്ന ഇപ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ല, എൻ്റെ അഡ്വാൻസുകളെല്ലാം ഞാൻ കൊടുത്ത് തീർത്തു. എൻ്റെ കടങ്ങൾ ഒരു 90% വീട്ടി. ലോണും പരിപ്പൊക്കെ ഇച്ചിരി കുറച്ചുണ്ട്, എന്നാലും ഇതെല്ലാം തന്നു. അപ്പോൾ എനിക്ക് ഒരു കാര്യം പിടിയിട്ടുണ്ടല്ലോ, സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഒരിടത്ത് സഫർ ചെയ്താൽ ഒരിടത്ത് കിട്ടും. നമ്മളൊരു നേരോടെ മുന്നോട്ട് പോയാൽ മതി. ഇതിനോടൊരു അർപ്പണ മനോഭാവവും, ഇത് എല്ലാ പൈസ എന്ന് മാത്രം ആകരുത്. കുറച്ചൊക്കെ നമ്മളും വിട്ടു കൊടുക്കണം. അപ്പോൾ ഇത് കിട്ടുക, സിനിമ തന്നോളൂ എല്ലാം. അതെല്ലാം മേഖല അങ്ങനെ കേട്ടോ. ജോണി ഒരുപക്ഷെ എന്നോടും സുധീഷിനോടൊക്കെ നന്ദി പറയണം. അവസാനം ഈ പടത്തിന് ശേഷം ഞങ്ങളൊരു പടം, ജോണി ഡയറക്റ്റ് ചെയ്യുന്നൊരു പടം, ഓൾമോസ്റ്റ് എൻ്റെ പ്രീ പ്രൊഡക്ഷൻ പരിപാടികളെല്ലാം നടന്ന് ആർട്ടിസ്റ്റുകൾക്ക് അഡ്വാൻസ് കൊടുത്ത് കൊണ്ടുപോയ ഒരു പ്രൊജക്റ്റ്, ഡാനിയേൽ കേൾക്കുന്നുണ്ടെന്ന പേരിൽ ഒരു സിനിമ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്, ബിജു മേനോൻ, ഷൈൻ നിഗം. അപ്പം അത് ചില പ്രത്യേക കാരണങ്ങളാൽ നടക്കാതെ പോയതാണ്. ഇല്ലെങ്കിൽ ജോണി ഇപ്പോഴും ഏത് 2000 അന്ന് ഈ പറഞ്ഞ 2017 കാലഘട്ടം 16 എൻ്റെ ജോപ്പം കഴിഞ്ഞപ്പോൾ, തോപ്പിൽ ജോപ്പം കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഞാൻ പിന്നെ അഭിനയിക്കാൻ അങ്ങോട്ട് പോയി. പിന്നെ ഡ്രാമ വന്നു, അങ്ങനെ പോയി. പിന്നെ അങ്ങനെ നടന്നായി. പിന്നെ ഇവര് ആ പ്രോജക്റ്റ് ആ സമയത്ത് ഷെയ്നും ബിജുവും ഇതുപോലെ പോകുമ്പോൾ അവരുടെ ഡേറ്റിൻ്റെ പ്രശ്നം വന്നു. അത് നടക്കാനൊരു സാധ്യത വന്നു. പിന്നെ അത് നടന്നില്ല. ചിലപ്പോ ഈ പറഞ്ഞ ആക്ടർ അത് കണ്ടല്ലേ വരണാവശ്യണ്ടൊക്കെ പിന്നെ ഈ അതിന്റെ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ. ജോണി ചേട്ടൻ സംവിധാനം ഇനി ചെയ്യുമ്പോഴത്തേക്കും മുമ്പത്തെ പോലെ ആളുകൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ഫാക്ടർ എപ്പോഴും ഒരു പേടിയാണ്. കഥകളൊക്കെ എടുക്കുമ്പോഴത്തേക്കൊക്കെ ഇനി കൂടും. അതായത് ഞാൻ പറയാം, ഭയങ്കര ഉത്തരവാദിത്വം കൂടുതലായിരിക്കും. അത് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരുപാട് പേരിനോട് സംവിധാനം ചെയ്തുകൊണ്ടെന്ന് ചോദിക്കാറുണ്ട്. മൂസ 2 ചെയ്യാനുള്ളൊരു നിർബന്ധം നടക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട്. അവിടെ എനിക്ക് വന്നു ചേരുമ്പോൾ നല്ലൊരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറ്റില്ല, ഒന്നിനും നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല. പരമപ്രധാനമായിട്ട് എന്താ, നമുക്ക് ജീവിക്കണം, നമ്മൾ ചുറ്റുപാടുള്ളവർ ജീവിക്കണം. ഇപ്പോൾ ഈ എപ്പോഴും ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചയുള്ള പ്രൊഡ്യൂസർമാർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പ്രൊഡ്യൂസർ ഫ്രണ്ട്ലിയുടെ ഒരു അറ്റ്മോസ്ഫിയർ മലയാള സിനിമയിലുണ്ടോ എന്നുള്ള ചർച്ചകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ആളുകൂടെയാണ്. ശരിക്കും ഈ പുതുതായിട്ട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ആളുകളോട് ശരിക്കും എന്തായിരിക്കും സാറ് പറയാം? സിനിമ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം. ഇതിൻ്റെ ഒരു മോഹവലയം കണ്ടിട്ട് സിനിമയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സിനിമയിൽ അവസാനിക്കും. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൻ്റെ വിജയപരാജയങ്ങൾ, എന്താണ് ഇതിൻ്റെ ബിസിനസ്, ഇത് മനസ്സിലാക്കിയിട്ട് വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും. അപ്പം പഠിച്ചിട്ട് വേണം സിനിമയിലേക്ക്. ഓരോ ആളുകൾ വന്നിട്ട് പ്രലോഭനങ്ങളുണ്ടല്ലോ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി. നമ്മളെ ആ പുലിവാലിൽ പിടിക്കുന്നത് വരെ ഒരുപാട് പ്രലോഭനങ്ങൾ പറയും. അതിൽ വീഴാതെ കറക്റ്റായിട്ട് സിനിമ പഠിക്കുക. കാരണം പണ്ടത്തെ സിനിമയും അല്ല ഇപ്പോഴത്തെ സിനിമ. പണ്ട് കുറച്ചുകൂടെ കംഫർട്ടബിളായിരുന്നു സിനിമ ചെയ്യാൻ. ആർട്ടിസ്റ്റുകളുടെ കോപ്പറേഷൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അമ്പിളിച്ചേട്ടൻ അത് ഡോക്ടറാണ് ചെയ്തിട്ട്, അന്നത്തെ അമ്പിളിച്ചേട്ടൻ്റെ പ്രതിഫലം 75,000 രൂപയായിരുന്നു. ഒരു ഫുൾ ഫലം ആ ഒരു സിനിമയിൽ പോകുന്ന സമയത്ത് പുള്ളി അതിൽ 25,000 രൂപ തിരിച്ചു തന്നു. മോനെ, നിങ്ങൾ നല്ല സിനിമയ്ക്ക് വേണ്ടി വന്നവരാണ്, മനസ്സിലായില്ലേ, ഇതിരിക്കട്ടെ. തിരിച്ചു തന്നു പുള്ളി. ഇന്ന് നടക്കും അത്. ഒരു ദിവസം ഞാൻ കൂടുതൽ അഭിനയിച്ചു. അതുകൊണ്ട് എനിക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡാണ് കംപ്ലീറ്റ് മാറി. അതിനൊരു കൂട്ടായ്മ. നമ്മളൊരു സിനിമ എടുക്കുന്ന സമയത്ത് ആ പ്രൊഡ്യൂസർ അവരുമായിട്ടുള്ളൊരു സൗഹാർദ്ദം. നമ്മളിരുന്ന് ഈ ബ്രേക്ക് ടൈമിലിരുന്ന് കുറേ സീനിയറിനോട്ടൊക്കെ അങ്ങനെ ഉണ്ടായ സൗഹൃദമാണ്. അങ്ങനെയാണ് നമ്മൾ ഈ മറവത്തൂർ കനവിലേക്ക് എത്തുന്നത്. ലാൽജോസ് എന്ന അസോസിയേറ്റ്, അതും ശരിക്കും വലിയ സിനിമയല്ല കുറേ. പിന്നെ അപ്പം ഞാൻ പറഞ്ഞ ആ ഒരു സൗഹൃദമോ കാര്യങ്ങളോ ഒന്നും ഇപ്പോഴത്തെ സിനിമയിലില്ല. ആളുകൾ വരുന്നു, അവരുടെ ജോലി ചെയ്യുന്നു. ക്യാരവല്ലെന്ന് ക്യാരവനുമല്ലല്ലോ. കൂടുതൽ സമയം പുറത്ത് കസേരയിട്ട് ഇങ്ങനെ ഇരുന്ന് തമാശകൾ പറഞ്ഞ് അവരവരുടെ അനുഭവങ്ങൾ പറഞ്ഞിങ്ങനെ പൊട്ടിച്ചിരിച്ചിങ്ങനെ നല്ലൊരു അങ്ങനെ ഒരു അന്തരീക്ഷമാണ്. ഇപ്പം അതൊന്നുമില്ല, കംപ്ലീറ്റ് മെക്കാനിക്കലാണ്. അപ്പം അതുകൊണ്ട് സിനിമ എടുക്കാൻ വരുന്നവർ മറ്റൊന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ പൈസ കംഫർട്ട് നിങ്ങൾക്കത് കിട്ടുമോ എന്ന് പഠിച്ചിട്ട് വേണം നിങ്ങൾ. എല്ലാം മണി മൈൻഡഡാണ് എല്ലാവരും. നിങ്ങൾ അതായത് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഒരാളേ ഉള്ളൂ സഫർ ചെയ്യാൻ, പ്രൊഡ്യൂസർ.
അപ്പം ഞാൻ പണ്ട് ഒരു ഡോക്ടറെ എടുക്കുമ്പോൾ ഞാൻ ഇതുപോലെ അന്ന് ഈ കോടമ്പുഴയുണ്ട് ചിത്രഭൂമി പുള്ളിയൊക്കെ അത് നാനയൊക്കെ ഉള്ളത്. അപ്പോൾ അവരോട് ഞാൻ പറയും, തമാശയ്ക്ക് പറയും, അതായത് ഒരു ലൊക്കേഷനിൽ ഇത്രയും ആളുകളുള്ളപ്പോൾ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കയ്യിലൊരു ബാഗും തൂക്കി വിഷണ്ണനായ ഒരാൾ നിൽക്കുന്നെങ്കിൽ ഉറപ്പിച്ചോളൂ അത് പ്രൊഡ്യൂസർ. അന്നും ഈ സ്ട്രെസ്ഫുൾ പരിപാടിയായിരുന്നു. അന്നും ഈ ഉണ്ട്. പിന്നെ അന്നുണ്ട് പൈസ കൊടുക്കുമ്പോൾ അതെല്ലാം ഉണ്ടല്ലോ. ഡെയിലി നമ്മൾ ഓരോ പ്രൊഡക്ഷൻ ഏരിയയിലും എല്ലാത്തിലും നമുക്ക് കണ്ണില്ലെങ്കിൽ പോയി ഇതുണ്ട്. കാരണം അത് പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറി. ഇപ്പോൾ അതിൻ്റെയൊക്കെ വേറൊരു വേർഷനായി. ഇപ്പം പുതിയതായിട്ട് വരുന്നതുകൊണ്ട് ഇതേ പറയാനുള്ളൂ, സിനിമ നന്നായിട്ട് പഠിക്കുക, നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നെങ്കിൽ മാത്രം. പിന്നെ സിനിമയിൽ നിന്ന് ലാഭം ഉണ്ടാക്കി പോകാനായിട്ട് നിങ്ങൾക്ക് എക്സസ് മണി ഉണ്ടെങ്കിൽ, സിനിമയോടൊരു പാഷനും എക്സസ് മണി ഉണ്ടെങ്കിൽ മാത്രം ഈ സിനിമ പൊളിഞ്ഞാലും എൻ്റെ കുടുംബത്തിൽ കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾക്ക് കഞ്ഞി ഓടിച്ച് അത് ജീവിക്കാം, കടങ്ങൾ കയറില്ല, നിങ്ങളുടെ കുടുംബം വിൽക്കേണ്ടി വരില്ല എന്ന് 100% ഉറപ്പുണ്ട്. സിനിമയിലേക്ക് വരിക, മനസ്സിലായി. അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് വരാതിരിക്കുക. ബിസിനസ്സായിട്ട് മാത്രം ഒരിക്കലും കാണരുത്. ഇത് ബിസിനസ് അല്ല. സിനിമ എന്ന് പറയുന്നത് ഒരു ബിസിനസ് അല്ല. പക്ഷേ ജോൺ ചേട്ടൻ്റെ ഏറ്റവും എക്സ്പെൻസീവ് സിനിമ ഏത് എടുത്തതിൽ വെച്ചിട്ട് ഭയങ്കര സ്കെയിൽ? എനിക്ക് അങ്ങനെ വലിയൊരു ഒരുപാട് ലെവലിൽ അന്നത്തെ കാലത്ത് 3 രൂപയായിരുന്നു, 3 കോടി രൂപയായി. കൊച്ചിരാജാവ് അതിലും അല്ല, കൊച്ചിരാജ് അത്ര ആയില്ല. പിന്നെ പട്ടണത്തിന് ഭൂതം 6 രൂപയായി. അതാണ് ഏറ്റവും ബഡ്ജറ്റ്. മാസ്റ്റേഴ്സ് 5 രൂപയ്ക്ക് തന്നു. ഇന്നാണ് 300 കോടി ഉണ്ട്. ഞാൻ ഉറപ്പ് പറയാം, ഒരു 100 കോടി രൂപയ്ക്ക് ഇന്നാവും ആ പടം എടുക്കണം. കാരണം നിങ്ങൾ ആ ഫുട്ടേജ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അത് അത്രയും ഫുട്ടേജ്, അത്രയും വർക്കുകൾ ഷൂട്ട് ചെയ്യാൻ നമ്മളെടുത്തത് 95 ദിവസമാണ്. ഇന്നൊരു ചെറിയ പടത്തിന് 95 ദിവസം എടുക്കും. അതെ, അത് ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ട്. ദിലീപ് എന്ന പ്രൊഡ്യൂസർ എടുത്ത ഏറ്റവും വലിയ റിസ്ക് സി ഐ ഡി മൂസ എന്ന സിനിമയും ജോണി ആന്റണി എന്ന സംവിധായകൻ. അല്ല, അത് ആദ്യത്തെ പടമല്ലേ ഒരു പുതുമുഖ സംവിധായകനെ വെച്ചിട്ട് അത്രയും വർക്കുള്ള സിനിമ ഏൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഇൻഡസ്ട്രി മുഴുവൻ ദിലീപ് പറയുന്നുണ്ട്. ജോഷ് സാർ എന്നും ചോദിക്കുമായിരുന്നു എങ്ങനെയുണ്ട് പയ്യൻ. കാരണം ദിലീപിന്റെ പൈസ അവർക്ക് ചേട്ടന്മാരെ പോലാണല്ലോ. അപ്പം കുഴപ്പമില്ല അങ്ങനെ ഇത് ചെയ്യുമായിരുന്നു. അപ്പം നമ്മുടെ ഒരു ആദ്യമുണ്ട്. പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ ഒത്തു വന്നു. ഞാൻ പറയാം, ദൈവം കൂടെ വന്ന പടം. നമ്മളൊന്നും അല്ല എൻ്റെ പിന്നെ ഒരു വലിയ ശക്തി പ്രവർത്തിച്ചിട്ടുണ്ട്. അതങ്ങ് അമയുകയായിരുന്നു. വൺ ലൈനുകൾ ഭയങ്കര രസമുള്ള കണ്ടന്റുകളാണല്ലോ. ഈ പറഞ്ഞ രക്ഷാധീര ബൈജുവിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ കേൾട്ടൻ 10-ലാണെങ്കിൽ ഈ വൺ ലൈൻ ആണോ ഫസ്റ്റ് കേൾക്കുക? അല്ല, ഈ ഇപ്പം ലേറ്റസ്റ്റ് ഞാൻ ലാസ്റ്റ് ചെയ്ത സിനിമ എന്നുള്ള നിലയ്ക്ക് രക്ഷാധികാരി ബൈജു കഥയില്ല ഒന്നും. നമ്മളൊരാൾ കഥ പറയുമ്പോൾ അതൊരു ഗ്രൗണ്ട് നഷ്ടപ്പെടുന്ന കഥയാണ്, അത്രേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്രിപ്റ്റാണ്. ഒരു ദിവസം മൊത്തം ഇരുന്നാണ് രാവിലെ ഒരു 10 മണിക്ക് തുടങ്ങി വൈകിട്ട് 4 മണി വരെ രഞ്ജൻ വായിച്ച് കേട്ട അങ്ങനെയാണ് ആ സ്ക്രിപ്റ്റിനെ പറ്റി ഫുൾ. കാരണം നമ്മുടെ ഒരാൾ എന്ന് പറഞ്ഞൊരു ഗ്രൗണ്ട് നഷ്ടപ്പെടുന്ന കഥയെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കത് ഒന്ന് മനസ്സിലാവും. പക്ഷെ അത് വായിച്ച് അതിൻ്റെ സീനെന്ന് പറഞ്ഞാൽ നമ്മൾ കൊതിക്കും. അതുപോലത്തുള്ള നമുക്കൊന്ന് പോയി കളിക്കാനാ. അപ്പം അങ്ങനെയാണ് നമ്മൾ ആ സിനിമ കമ്മിറ്റ് ചെയ്യുന്നത്. ആ സിനിമ കഴിഞ്ഞപ്പോഴും നമുക്ക് ആ ഒരു വാല്യൂ, നമ്മുടെ ഡിസിഷൻ കറക്റ്റ് ആയിരുന്നല്ലോ എന്ന് പ്രൂവ് ചെയ്ത ഒരു സിനിമയാണ്. അതുപോലെ തന്നെയായിരുന്നു കേൾട്ടൻ 10. പറയാതിരിക്കാന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ ഫുൾ വായിച്ചതാണ്. അപ്പോൾ ആ സ്ക്രിപ്റ്റും വായിച്ചു കഴിയുമ്പോൾ അസാധ്യ സ്ക്രിപ്റ്റാണ് മോഹസിൻ ബരാരിയുടെ. പക്ഷെ അത് എന്തോ എക്സിക്യൂട്ട് ചെയ്തതിൽ വന്ന അതുകൊണ്ടാണ് പടം കൊമേഴ്സ്യലി അത്ര. പക്ഷെ മലബാർ കോഴിക്കോട് ഏരിയയിൽ നന്നായിട്ട് കളക്ട് ചെയ്തു. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ബിജുപാലിന്റെ പാട്ടുകളൊക്കെ എന്ത് രസമാണെന്നറിയാമോ. പിന്നെ ബാക്കിലോട്ട് പോവാണെങ്കിൽ മധു ഡോക്ടറാണ് ആദ്യത്തെ സിനിമ എന്നുള്ള നിലയിൽ. ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ പലേരി എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും ടോപ്പ് റൈറ്ററാണ് പലേരി, രഘുനാഥ് പലേരി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റ് കിട്ടുക എന്ന് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. ഇത്രയും നല്ല ചെറുകഥകളുടെ ചെറിയ റൈറ്റർ, കഥകൾ ഇന്ന് കലാമതിയിലൊക്കെ പുള്ളിയുടെ കഥകൾ വായിച്ചിട്ട് നമ്മൾ ഞെട്ടിപ്പോകുന്ന സ്റ്റോറിയാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു സ്ക്രിപ്റ്റ്, പിന്നെ പുള്ളിയായിട്ട് നല്ല പരിചയമായി, നല്ല സൗഹൃദമായി. അപ്പോൾ അതും പറഞ്ഞ പോലെ കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു കൊച്ചു തമാശയിൽ നിന്നുണ്ടാകുന്ന പിന്നെ ആ സിനിമയെ സംബന്ധിച്ച് മലയാളത്തിൽ അന്നത്തെ എല്ലാ ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നു. ജയറാം നദിയ, മൊയ്തു ജനാർദ്ദനൻ, ജഗതി ചേട്ടൻ, അങ്ങനെ ഉള്ളവര്. അപ്പോൾ എടുത്ത സിനിമകളെല്ലാം അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമ ഉണ്ടായതിൻ്റെ ഒരു മെയിൻ കാരണം ജോണിയാണ്, മനസ്സിലായില്ല. ഇത് വേറെ പല ഫോർമാറ്റിലും നമ്മൾ ആലോചിച്ച ഒരു സിനിമയാണ്. പിന്നെ അങ്ങനെ വന്നതിന് ശേഷമാണ് ഞാൻ
ഞാൻ പറഞ്ഞില്ലേ ഈ പ്രകടനേച്ചർ ഫിലിംസ് സജീവ് ആനെന്ന് പറയുന്നത് ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളാണ്. ഞങ്ങൾ നെയ്ബേഴ്സാണ്, തൊട്ട് ഒരു മതിൽ അപ്പുറത്ത് അങ്ങനെയുള്ളൊരു ബന്ധമുണ്ട്. അപ്പോൾ സജീവിനെ സംബന്ധിച്ചും ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുമ്പോൾ അതിലൊരു മെസ്സേജ് ഉണ്ടല്ലോ, നല്ലൊരു ഇതിലൊരു യൂത്തിന് പറ്റിയൊരു. അപ്പം നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ വെറുതെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. അപ്പം എല്ലാം കടന്നു കൊള്ളാം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടാകുന്നൊരു സിനിമ എന്നുകൊണ്ട് ഞാൻ കഥ പറയുന്നത് നമുക്ക് നല്ലൊരു സബ്ജക്റ്റാണ്, നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാമെന്ന് പറയും. അപ്പം അങ്ങനെയാണ് അങ്ങനെ ഒരു അസോസിയേഷൻ. അപ്പം ഒരു ഡയറക്ടറെ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഡയറക്ടറെ സജസ്റ്റ് ചെയ്തത് ജോണിയാണ്, അരുൺ വൈഗ. കാരണം പുള്ളിയുടെ ആദ്യത്തെ പടം നമുക്ക് അങ്ങനെയാണ് അരുണിനെ വിളിക്കുന്നതും പിന്നെ നമ്മൾ രഞ്ജിത്തിനോട് കഥ പറയുന്നതും പിന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. അപ്പോൾ ഇപ്പോഴത്തെ ഉള്ളൊരു ഇപ്പോൾ ഇത് നമ്മൾ കേൾക്കുമ്പോൾ ഒരു മെസ്സേജുള്ള സിനിമ എന്ന് വരുമ്പോൾ അങ്ങനെ അല്ലത്. ഇതൊരു വലിയ സിനിമയാണ്, അത്യാവശ്യം നല്ല ബജറ്റുള്ള, ഒരുപാട് സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്ത, ഒരുപാട് ആർട്ടിസ്റ്റുള്ള, ടെക്നിക്കലി നല്ല പെർഫെക്ഷൻ ഉള്ള ഒരു സിനിമയാണ്. രാജേഷ് മുരുകേഷിന്റെ 7 പാട്ടുകൾ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നല്ല പൊളിറ്റിക്സ്, നന്നായിട്ട് പൊളിറ്റിക്സ് പറയുന്നുണ്ട്. ഇന്നത്തെ പൊളിറ്റിക്സ് മൊത്തം നമ്മൾ ഇവിടെ കേരളത്തിലുണ്ടായ പല വിഷയങ്ങളും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഫ്രെയിമിനുള്ളിൽ നിന്നുകൊണ്ട്. പിന്നെ യൂത്തിന് ഇന്ന് കേരളം അനിവാര്യമായിട്ടുള്ള നമ്മൾ സംഭവിക്കാൻ പോകുന്നൊരു വലിയൊരു വിപത്ത്, നമ്മളത് വളരെ നന്നായിട്ട് ഒരു ഡോക്യുമെൻ്ററി അങ്ങനൊന്നുമല്ല, സിനിമാറ്റിക് നല്ല കൊമേഴ്സ്യലായിട്ട് തന്നെ വന്നിട്ട് ആ സബ്ജക്റ്റിലോട്ട് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു സംഭവമാണ്. അത് ചിലപ്പോൾ ഇന്ദ്രൻസ് എന്ന് പറയുന്ന ആദ്യമായിട്ട് ഇത്രയും വേഷങ്ങൾ ചെയ്തെങ്കിലും ഇന്ദ്രൻസ് ആദ്യമായിട്ട് ഇപ്പോൾ ഇന്നലെ ഇന്ദ്രൻസ് പറഞ്ഞതുപോലെ അതൊരു ഭാഗ്യമാണ്, ഒരു പള്ളിയിൽ അച്ഛൻ്റെ വേഷമാണ് പുള്ളി. അപ്പം പുള്ളിയെ സമീപിച്ചപ്പോഴാണ് പുള്ളി പറയുന്നത്, ഞാനൊരു സത്യം പറയാം, ഇതുവരെ ഞാൻ പള്ളിയിൽ, പക്ഷേ ആ പള്ളിയിലച്ഛൻ നമ്മൾ ഇപ്പം പലരും ചോദിച്ചു ഇന്ദ്രൻസ് ശരിയാവും, പക്ഷെ ആ മനുഷ്യൻ ആ കുപ്പായത്തിൽ ലോഹയിലോട്ട് കയറുമ്പോഴും ഒരു പരകായ പ്രവേശമാണ്. പിന്നെ അതിനപ്പുറത്തൊരാളില്ല അച്ഛനായിട്ട്. സാധ്യമായ മനോഹരമാണ്. അപ്പം അങ്ങനെയാണ്. അപ്പം അതുപോലെ മനോജ് കെ ജാൻ്റെ നല്ലൊരു വേഷമുണ്ട്, അത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു. ആക്ച്വലി മനോജ് കെ ജാൻ ഈ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാത്ത രീതിയാണ്. ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ കഥാപാത്രത്തെ പറ്റി പറയാം, ഇല്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ ഉണ്ടാകുന്നൊരു സിനിമയാണ്. അപ്പോൾ ഇതിൽ മഞ്ജുപിള്ളയുണ്ട്, കെ യു മനോജുണ്ട്. അപ്പോൾ ഇത് എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ആരും ഇറങ്ങിയിട്ട് അയ്യേ എന്ന് പറയാം, നമുക്ക് അഭിമാനത്തോടു കൂടി ഇങ്ങനെ ഒരു സിനിമ ചെയ്തു. അപ്പോൾ അതായിരിക്കാം നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു നിമിത്തമായ ഒരാൾ ധോണിയാണ്. രഞ്ജിത്തിനൊപ്പം ഈ പറഞ്ഞ സാരംഗി എന്ന് പറഞ്ഞ ഒരു നായിക പ്രാധാന്യമുള്ളൊരു കഥാപാത്രം ചെയ്യുന്ന കുട്ടിയുണ്ട്, മോസി എന്ന് പറഞ്ഞ ഒരു യൂത്തിൻ്റെ കുറേ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് കുറച്ച് പിള്ളേരുണ്ട്. അവരുടെ ഇത് എല്ലാത്തരം ആളുകൾക്കും മനസ്സിലാകുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും. പിന്നെ ജോണിയെ സംബന്ധിച്ച് അത് ഞാൻ പറയാം, ജോണി ഇതുവരെ ചെയ്ത, ജോണിയുടെ എല്ലാ സിനിമകളും കാണുന്ന കൂട്ടത്തിലാണ്. ജോണി ഇതുവരെ ചെയ്ത എല്ലാ സിനിമകളിൽ നിന്നും മേളിൽ നിൽക്കുന്നൊരു സിനിമയായിരിക്കും. നല്ല കഥാപാത്രം, ഫുൾ ലെങ്ത് 26 ദിവസം ജോണിക്ക് ഉണ്ടായിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള നായകനൊപ്പം തന്നെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ. അപ്പം അങ്ങനെയും കൂടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇത്രയും കാലഘട്ട ഗ്യാപ്പുകൾ ഉണ്ടല്ലോ ഓരോ സിനിമകൾ തമ്മിൽ. ശരിക്കും ഒരുപാട് വായിക്കുന്നും പറഞ്ഞു, ഈ വായന തന്നെയാണോ കുറച്ചുകൂടെ നമുക്ക് സമയമെടുത്ത് സിനിമ ചെയ്യാന്നുള്ള ഒരു പ്രോസസ്സിന്റെ ഒരു ഭാഗം? അല്ല, സിനിമ എന്ന് പറയുന്നത് നമുക്കൊരു പാഷനാണ്, എന്നാൽ പോലും ഇതൊരു ബിസിനസ്സായിട്ട് കൊണ്ട് ഇതൊരു ബിസിനസ് അല്ല. സിനിമ എന്ന് പറയുന്നൊരു ബിസിനസ് ആണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല. കാരണം അതിൽ ഒരുപാട് കടമ്പകളുണ്ട്. അപ്പം നമ്മളൊരു സിനിമ സപ്പോസ് ഇപ്പം ഞാനൊരു ഹോട്ടലോ റിസോർട്ടോ നടത്തി കഴിഞ്ഞാൽ നഷ്ടമാണെന്ന് പറഞ്ഞാൽ അവസാനം ആ പ്രോപ്പർട്ടി അവിടെ കാണും. ചിലപ്പം നമുക്ക് ലാഭനഷ്ടം ഇതുണ്ടാവാം, പക്ഷേ അറ്റ് ദ എൻഡ് ആ പ്രോപ്പർട്ടി അവിടെ ഉണ്ടല്ലോ. പക്ഷെ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. പണ്ട് കാലത്ത് കുറച്ചുകൂടെ ഗ്യാരണ്ടീഡ് ആയിരുന്നു നമുക്ക്. എനിക്കറിയാം, രക്ഷാധികാരി റിലീസാവുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു 60% അതിൻ്റെ ബിസിനസ് കാണും. ആ കാലം പോയി. ഇപ്പം നമുക്ക് ഈ സിനിമയുടെ ഒരവസ്ഥ, നമ്മൾ ഇത്രയും നല്ല പാട്ടുകൾ ഉണ്ടായിട്ട് പോലും അതിൻ്റെ ബിസിനസ് വശം അതിനെപ്പറ്റി പലരെയും അപ്രോച്ച് ചെയ്തപ്പോൾ അവർ പറയുന്നത് എന്താണ്, വളരെ ബാലിശം. എനിക്കത് ബാലിശമെന്ന് തോന്നി. കാരണം ഇത് ആർട്ടിസ്റ്റ് ഇല്ല. ഒരു മ്യൂസിക് കമ്പനി അവരെന്താ നോക്കേണ്ടത്? എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, പാട്ടുകളുടെ ക്വാളിറ്റിയാണ് നോക്കേണ്ടത്. ഇതിൽ അസാധ്യമായ ഒരു 6-7 പാട്ടുണ്ട്. അപ്പോൾ പാട്ടിൻ്റെ ക്വാളിറ്റി അല്ലേ നോക്കേണ്ടത്? അവർ ക്ലൈൻ്റായിട്ട് പറയുന്നത് എന്താ, ഇത് നിങ്ങൾക്ക് ഇതിൽ ആർട്ടിസ്റ്റ് ഇല്ല.
അപ്പോൾ എനിക്കതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് ഇതിൻ്റെ പാട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. വേണ്ട, നിങ്ങൾ എടുക്കണ്ട. കാരണം ഇതിലുള്ളവർ ആർട്ടിസ്റ്റ് ആവുമല്ലോ, എല്ലാവരും ആർട്ടിസ്റ്റായിട്ട് കെട്ടിയിറക്കപ്പെട്ടവരല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെയാണ് ഇതിലെ പാട്ട്. ഇതിൽ ഒരു പാട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല ഹിറ്റാണ്, രസമാലേ. അപ്പം അങ്ങനെ സിനിമയുടെ ഒരു രീതികളെ മാറി. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ സിനിമ ഇറങ്ങി ഹിറ്റാവണം എങ്കിൽ മാത്രമേ ഫർദർ പിന്നെ ബിസിനസ് പോലും വരുന്നുള്ളൂ. അപ്പം ആ അതൊരു വലിയ മാറ്റമാണ്. സ്ട്രെസ്ഫുൾ ആവോ ശരിക്കും ഒരു പ്രൊഡ്യൂസർ ശരിക്കും? തീർച്ചയായിട്ടും. കാരണം അധ്യയൻ്റെ നമ്മൾ ഈ സിനിമ പറയില്ല, അതായത് സിനിമാ ലോകത്തിന് ഈ വർഷം 400 കോടി നഷ്ടം. എന്ത് എനിക്കത് അതും എനിക്ക് മനസ്സിലാവാത്തതാണ്. ഒരാൾക്കേ ഉള്ളൂ നഷ്ടം. പൈസ മുടക്കി പ്രൊഡ്യൂസർക്കല്ലേ നഷ്ടം? അല്ല, സിനിമാ ലോകത്തിന് എന്താ നഷ്ടം? സർക്കാരിന് പൈസ കിട്ടുന്നുണ്ട്, തിയേറ്ററുകൾക്ക് പൈസ കിട്ടുന്നുണ്ട്, ടെക്നീഷ്യൻസിന് ആർട്ടിസ്റ്റിന് പൈസ കിട്ടുന്നില്ല, അഭിനയിക്കുന്ന ഈച്ച് ആൻഡ് എവരി എല്ലാവർക്കും പൈസ കിട്ടുന്നുണ്ട്. പൈസ പോകുന്ന ആരുടെയാണ്? പറ്റിയ ഒരാൾക്കാണ് പൈസ പോകുന്നത്, പ്രൊഡ്യൂസർ. അപ്പം അദ്ദേഹത്തിനാണ് നഷ്ടം മൊത്തം. ഇപ്പോൾ ഈ അച്ഛൻ പറഞ്ഞില്ലേ പുതിയ ആളുകളായതുകൊണ്ട് പാട്ടെടുത്തിരുന്നു. പക്ഷെ ചരിത്രം പരിശോധിച്ചാൽ ഇപ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിൽ ലാലേട്ടൻ പുതുമുഖമായിരുന്നു, ശങ്കർ താരതമ്യേന പുതുമുഖമായിരുന്നു, പൂർണിമ ജയറാം. ആ പാട്ടുകൾ ഇന്നും അതിന് സാധ്യതയുണ്ട്. അപ്പോൾ അവരാ പറയുന്നതിനകത്ത് കാര്യമില്ല. അനിയത്തിപ്രാവ് എന്ന് പറഞ്ഞ സിനിമ ചാക്കോച്ചൻ അത് പുതുമുഖമാണ്. ഫാസിൽ സാർ ഉണ്ടാവാം എന്നാൽ പോലും. പക്ഷെ അന്ന് ഫാസിൽ സാർ പുതുമുഖമാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, ഡേസി എന്ന് പറഞ്ഞ സിനിമ പുതുമുഖങ്ങൾ അഭിനയിച്ചത്, ഓർമ്മതൻ വാസന്ത നന്ദനം തോപ്പിൽ. അപ്പോൾ ഇവർ പറയുന്നതിനകത്ത് എന്തർത്ഥമുള്ളത്? അപ്പോൾ അത് വെറുതെ മുട്ടാത്ത ന്യായമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവർക്ക് മേടിക്കുന്നവർക്കൊക്കെ എന്ത് ന്യായവും പറയാം. പക്ഷേ പടം ഇറങ്ങി പാട്ട് കിട്ടാകുമ്പോൾ വരും, അല്ലെങ്കിൽ ഇവർ തന്നെ ചെയ്യും. ഇത്ര സിനിമ എടുക്കാൻ ഇപ്പോൾ എല്ലാ പ്രൊഡ്യൂസേഴ്സും എനിക്ക് ഒന്ന് പാട്ട് കൈ ഹോൾഡ് ചെയ്യുക. നല്ല പരിപാടിയാണ്. എന്തിനാണ് കൊടുക്കുന്നത്? നമുക്ക് ഇതായിട്ട് കൊടുത്താൽ എന്നാ കിട്ടുന്നത്? അവർക്ക് നല്ല പ്രോഫിറ്റ് ആണ് ഒരു പാട്ടിൽ നിന്നും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഒരു റീൽസ് ഭയങ്കര പ്രോഫിറ്റ് ആണ്. പക്ഷെ അവർക്കിത് പ്രൊഡ്യൂസർക്ക് അവർ കൊടുക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലാഭം, അല്ലെങ്കിൽ ഇത് ഇത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നൊരു പാട്ടല്ലേ, പക്ഷെ അത് കൊടുക്കാൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ മുട്ടാതിറക്കം പറഞ്ഞു ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ്. ഈ രഞ്ജിത്തിൽ കണ്ടൊരു ഭയങ്കര സ്പാർക്ക് ഉണ്ട്. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് രഞ്ജിത്തിന് ഓരോ സിനിമ രഞ്ജിത്തിരുന്ന ഹാർഡ് വർക്കിനെ കുറിച്ചിട്ട് എപ്പോഴും ആളുകൾ പറയാറുണ്ട്. അപ്പോൾ ശരിക്കും എങ്ങനെ രഞ്ജിത്തിൽ കണ്ടൊരു? രഞ്ജിത്ത് എന്ന് പറയുന്നത്, രഞ്ജിത്തിനെ വളരെ അടുത്ത് പേഴ്സണലി അറിയാവുന്നൊരു വ്യക്തിയാണ് ഞാൻ. രഞ്ജിത്തിന് ആക്ച്വലി സിനിമ എന്ന് പറയുന്നത് ഞാൻ പറയും സിനിമ ആവശ്യമില്ല. കാരണം അതുപോലെ രഞ്ജിത്തിൻ്റെ പേരൻസ് ആയാലും അവർക്ക് ഇപ്പോൾ ദുബായിൽ നല്ല കൺസ്ട്രക്ഷൻ കമ്പനിയുണ്ട്, 13,000 പേര് ജോലി ചെയ്യുന്ന കമ്പനിയുണ്ട്. ഇവിടെ അത്യാവശ്യം ഹോട്ടൽസും കാര്യങ്ങളെല്ലാം ഉണ്ട്, നല്ലൊരു ബിസിനസ് ഉണ്ട്. ഇപ്പോൾ രഞ്ജിത്ത് അതിൻ്റെ എല്ലാം ഉണ്ണനുള്ളി അവകാശിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ രഞ്ജിത്തിൻ്റെ ഒരു കഥ എനിക്കറിയാവുന്നൊരു കാര്യം, ഒരു സുപ്രഭാതത്തിൽ രഞ്ജിത്ത് പറയുകയാണ്, ഇതാണ് എൻ്റെ പാഷൻ, എനിക്കിതൊന്നും വേണ്ട. ഞാൻ ആ ഓഫീസിലോട്ട് വരുമ്പോഴത്തില്ല ദുബായിൽ, അവിടെ നിന്ന് ലിഫ്റ്റിൻ്റെ താഴെ വന്നേക്കും എന്തെങ്കിലും കാര്യമുണ്ട്, കാരണം മുകളിലോട്ട് ചെന്നാൽ അവിടെ പിടിച്ചിരുത്തുമെന്ന് പേടിച്ചു. അപ്പോൾ അത് ഭയങ്കര ഷോക്കിംഗ് ആണ്. കാരണം എന്ത് ചെയ്യും? എനിക്ക് വേണ്ട, നിങ്ങൾ എന്ത് വേണമെങ്കിലും ഡിസൈഡ് ചെയ്തു, പക്ഷേ ഞാൻ അങ്ങോട്ടില്ല. എൻ്റെ പാഷൻ എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ അതെനിക്കൊന്ന് +2 കഴിയുന്ന അവിടെ പഠിച്ചത് രഞ്ജിത്ത്. അപ്പോൾ ഒരു ഡിമാൻഡ് വെച്ചു, ശരി. അവസാനം സജി അതൊരു ഭയങ്കര ഡിലമയാട്ടോ, ഒരു തീരുമാനം എടുക്കുക. സജി പറഞ്ഞു, ശരി, അറ്റ്ലീസ്റ്റ് നീ ഒരു ഡിഗ്രി എങ്കിലും എടുക്കണം. ഏത് ഫീൽഡിൽ ചെന്ന് കഴിഞ്ഞാലും ഒരാൾക്കൊരു ഡിഗ്രി. അങ്ങനെയാണ് സിവിൽ എഞ്ചിനീയറിങ്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിങ് 3 വർഷമോ 4 വർഷമോ കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റുമായിട്ട് ചെന്ന് മേശപ്പുറത്ത് വെച്ചു. അപ്പം പേരൻസിൻ്റെ ആഗ്രഹം സാധിച്ചു, ബൈ. നേരെ കൊച്ചിക്ക് വണ്ടി കയറി. അവിടെ നിന്നില്ല, മനസ്സിലായല്ലോ? സാധാരണ ആളുകൾ ഇവിടുന്ന് പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഇത് നേരെ അവിടുന്ന് ഇവിടെ ലാൻഡ് ചെയ്തു, നേരെ സിനിമ എന്നുള്ള ഒരു പാഷനിലേക്ക്. അപ്പം നമ്മൾ വിചാരിക്കും, അപ്പോൾ ജനങ്ങൾ പബ്ലിക് ചേർന്ന് കുറേ പൈസയുള്ളൊരു പേരൻസ്, മോനെ സ്റ്റാർ, അങ്ങനെയൊന്നുമല്ല. രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പാഷൻ, അത് നമ്മൾ കുറച്ചുകൂടെ, ഇപ്പോൾ ജോണിക്കൊക്കെ അറിയാം ഈ സിനിമയിൽ പുള്ളി എടുക്കുന്നൊരു സ്ട്രെയിൻ. ഇവിടെ വരുന്ന സമയത്ത് മലയാളം പോലും അത്യാവശ്യം, അപ്പം പഠിക്കുകയാണ് അതിന് വേണ്ടി, സ്ട്രെയിൻ എടുക്കുകയാണ്. അപ്പം നാളെ സിനിമയ്ക്ക് വേണ്ടി വേറൊരു പുതിയ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓവർനൈറ്റ് ഉറക്കം ഒഴിച്ചിരുന്നിട്ട് അത് ചെയ്യും. ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് വേറെ ആരും കൊണ്ട് ഡ്യൂപ്പ് വയ്ക്കാൻ സമ്മതിക്കില്ല. ആക്ച്വലി ഡ്യൂപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ, അത് വേണ്ട, പെർഫെക്ഷൻ വേണം. അപ്പം അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സിനിമയോട് പാഷനുള്ളൊരു ഒരാളാണ്. അപ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട്, ഉറപ്പായിട്ടും അതിൻ്റെ ഒരു ഫലം രഞ്ജിത്തിന് കിട്ടും. മനസ്സിലായില്ലേ? ആഗ്രഹം കൊണ്ടാവുമല്ല, പണത്തിൻ്റെ ഒന്നുമല്ല, ഹാർഡ് വർക്കും അമ്മാതിരി പാഷനാണ് രഞ്ജിത്തിന്. പ്രത്യേകിച്ച് ഒരു സൗകര്യങ്ങളും വേണ്ട,
അല്ലെങ്കിൽ ഒരു കാരവൻ എത്രയോ ഇപ്പോൾ 2-3 വർഷം 2 വർഷമായി കാരവൻ മേടിച്ചിട്ട് വിട്ടിട്ടുണ്ട്. ഒന്നും വേണ്ട ആ സൗകര്യങ്ങളൊന്നും, ഭക്ഷണം പോലും മര്യാദയ്ക്ക്, മറ്റു ആർഭാടങ്ങളോ ഒന്നും വേണ്ട. നമുക്ക് അത്യാവശ്യം എനിക്ക് AC ഉള്ള ഒരു റൂം കിട്ടിയാൽ മതി എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്ത് നോക്കും. നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ശരിക്കും അങ്ങനെ ഒരു ക്യാരക്ടറാണ്. മെയ് 23-ന് UK ഒക്കെ തിയേറ്ററിലേക്ക് എത്താണ്. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈമിംഗ്, ഓൾ ദി ബെസ്റ്റ്. അപ്പം നിങ്ങളെല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. കാരണം അങ്ങനെ ഒരു സബ്ജക്റ്റും നമ്മുടെ സമൂഹത്തിന് ഗുണമുള്ള ഒരു സിനിമയായിരിക്കും.